ഹായ്, ഞാൻ ജസിൻ. നിങ്ങൾ കഴിഞ്ഞ 3 കൊല്ലത്തെ UPSCയുടെ പേപ്പർ, CSATൻ്റെ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് UPSC കുറച്ചും കൂടി ടഫായിട്ടാണ് CSATൻ്റെ പേപ്പർ ഫ്രെയിം ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് CSAT വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി കറക്റ്റ് ആവുകയും നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു എക്സാം ഹാൾ അപ്രോച്ച് എടുക്കുകയും അതേപോലെ PYQ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, CSAT ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കറക്റ്റ് ഗൈഡൻസും കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സെഷൻസും ഒക്കെയാണ്. അപ്പോൾ സൈലം ജൂലൈ 17 ആദ്യത്തെ CSATൻ്റെ പ്രീമിയം എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് നല്ലാത്ത അല്ലെങ്കിൽ മാത്സ് കുറച്ചുകൂടി ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ക്ലാസ് റൂം സെഷനിലേക്ക് ഇരിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും. ജൂലൈ 17 ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ 14, 15, 16 തീയതികളിൽ ഒരു ബേസിക് മാത്സിൻ്റെ ഫ്രീ സെഷൻ യൂട്യൂബ് ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് മാത്സ് കുറച്ച് പാടായിട്ടുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും നിങ്ങൾ ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാമിലേക്ക് വരിക. നമുക്കിനി നമ്മുടെ ക്ലാസ് റൂം സെഷൻസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതിൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഡെവലപ്പ് ചെയ്യാൻ ക്ലാസ്സിൽ ഡീപ്പായിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ടാവുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ എക്സാം ഹാൾ സ്ട്രാറ്റജി സെഷൻസും നമ്മൾ എടുക്കുന്നുണ്ടാവും. അപ്പം നമ്മളൊരു എക്സാം ഹാളിൽ കയറിയിരുന്നാൽ ആ ഒരു സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്യാനൊക്കെ പറ്റണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സ്പെഷ്യൽ സെഷൻസ് എടുക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ കഴിഞ്ഞ 7 കൊല്ലത്തെ PYQs നമ്മൾ ക്ലാസ്സിൽ തന്നെ ചെയ്യും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ PYQ അനാലിസിസിലൂടെ നിങ്ങൾക്ക് UPSCയുടെ ലാംഗ്വേജ് മനസ്സിലാക്കി തരാൻ കൂടി വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്ലാസ് റൂം സെഷൻസ് ജൂലൈ തൊട്ട് നവംബർ വരെ ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ ടോപ്പിക്സിനെ ഒരു 6 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് ക്ലാസ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. കറൻ്റ്ലി നിങ്ങൾ മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ക്ലാസ് റൂം സെഷൻസിനെയും കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഇനി നവംബറിന് ശേഷം നമ്മുടെ CSAT ടെസ്റ്റ് സീരീസും ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ തന്നെ 14 ടെസ്റ്റ് വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് മൊഡ്യൂൾ ടെസ്റ്റും റിവിഷൻ ടെസ്റ്റും അതേപോലെ തന്നെ ഫുൾ ടെസ്റ്റും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഫുൾ ടെസ്റ്റിലേക്ക് വരുമ്പം നിങ്ങൾക്ക് പേപ്പർ 1ൻ്റെ ഫുൾ ടെസ്റ്റ് കൂടെ സൈലത്തിൽ എഴുതാവുന്നതാണ്. ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം.